ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഇന്നലെ മേജർ ആർച്ച് ബിഷപ്പിനും പെർമനന്റ് സിനഡിലെ മെത്രാന്മാർക്കും നൽകിയ ഒരു പെറ്റീഷൻ അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. സെൻറ്റ് ജോർജ് കാത്തലിക് ചർച്ച്, ആർച്ച് ഡയസ് ഓഫ് എറണാകുളം അങ്കമാലി, തിരുവാങ്കുളം. ആ നമ്പറൊക്കെ അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഭ്യുന്ന മേജർ ആർച്ച് ബിഷപ്പ്, സീറോ മലബാർ സഭ, മൗണ്ട് സെൻറ് തോമസ്, കാക്കനാട്. വിഷയം: തിരുവാങ്കുളം സെൻറ് ജോർജ് പള്ളിയിൽ ജനാഭിമുഖ കുർബാന അർപ്പിക്കാൻ കഴിയില്ല എന്ന് അറിയിക്കുന്നത് സംബന്ധിച്ച്. സൂചന: മലയാള മനോരമ ദിനപത്രത്തിൽ 20/6/2025 വാർത്ത. അഭിവന്യ പിതാവേ, എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇപ്പോൾ പൂർണ്ണമായി സിനഡ് കുർബാന അർപ്പിക്കുന്ന 7 പള്ളികളിൽ ഞായറാഴ്ചകളിൽ രാവിലെ 5:30 മുതൽ 10 വരെയും വൈകിട്ട് 3:30 മുതൽ 6 വരെയുമുള്ള സമയങ്ങളിൽ എപ്പോഴെങ്കിലും ഒരു ജനാഭിമുഖ കുർബാന അർപ്പിക്കുവാൻ അതിരൂപതയിലെ വൈദികരുമായി മേജർ ആർച്ച് ബിഷപ്പും മെത്രാപ്പൊലീത്തൻ വികാരിയും 19/6/25 നടത്തിയ ചർച്ചയിൽ ധാരണ ആയതായി 20/6/2025 മലയാള മനോരമ ദിനപത്രം വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മേൽപ്പറഞ്ഞ വാർത്ത ശരിയാണെങ്കിൽ അത് പ്രകാരം തിരുവാങ്കുളം സെന്റ് ജോർജ് പള്ളിയിൽ ജനാഭിമുഖ കുർബാന അർപ്പിക്കുവാൻ താഴെ പറഞ്ഞ കാരണങ്ങൾ കഴിയില്ല എന്ന് വിനയപൂർവ്വം അറിയിക്കുന്നു. എന്താണ് മനോരമയിൽ വന്ന വാർത്ത? 7 പള്ളികൾ ഏകീകൃത കുർബാനയാണ് ഇപ്പോൾ ചൊല്ലുന്നത്, എല്ലാ കുർബാനകളും. അവിടെയും ഒരു കുർബാന, ഇല്ലിസിറ്റ് കുർബാന, ജനാഭിമുഖ കുർബാന അർപ്പിക്കാനായിട്ട് ഒരു ധാരണ ആയതായിട്ട് പത്രവാർത്ത. അത് കഴിയില്ല. ഏകീകൃത കുർബാന അർപ്പിക്കുന്ന പള്ളികളിൽ ഒരു കുർബാന, ഇല്ലിസിറ്റ് കുർബാന അർപ്പിക്കാൻ ആയിട്ട് ധാരണയായിട്ടുണ്ടെങ്കിൽ അത് നടപ്പാക്കാൻ കഴിയില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട്? 1. സീറോ മലബാർ സഭയിലെ പള്ളികളിൽ വിശുദ്ധ കുർബാന എപ്രകാരം അർപ്പിക്കണമെന്ന് തീരുമാനിക്കുവാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർക്ക് യാതൊരു അധികാരവുമില്ല. കാര്യം ക്ലിയർ അല്ലേ? സീറോ മലബാർ സഭയിൽ എങ്ങനെ കുർബാന അർപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നത് എറണാകുളം വൈദിക സമിതിയാണോ, വൈദിക യോഗമാണോ? ഞാൻ നിങ്ങളുടെ മുമ്പ് പറഞ്ഞ കാര്യം തന്നെയാണത്. മാർപ്പാപ്പയ്ക്ക് മുകളിൽ, പൗരത്വ തിരുസംഘത്തിന് മുകളിൽ, മെത്രാൻ സിനഡിന് മുകളിൽ, അതിന് മുകളിലാണോ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വൈദിക യോഗം? അല്ല എന്നാണ് ഒന്നാമത്തെ കാര്യം. 2. 2021 ഓഗസ്റ്റ് മാസം ചേർന്ന 28ാം സിനഡ് പരിചിത സിംഹാസനത്തിന്റെ മുൻകൂർ അനുമതിയോടെ അംഗീകരിച്ച ഏകീകൃത വിശുദ്ധ കുർബാന അല്ലാതെ സീറോ മലബാർ സഭയിൽ മറ്റൊരു കുർബാന നിലവിലില്ല. 2021 ഓഗസ്റ്റ് മാസം ചേർന്ന 28ാം സിനഡ് പരിചിത സിംഹാസനത്തിന്റെ മുൻകൂർ അനുമതിയോടെ അംഗീകരിച്ച ഏകീകൃത കുർബാനയല്ലാതെ സീറോ മലബാർ സഭയിൽ മറ്റൊരു കുർബാന നിലവിലില്ല. അതുകൊണ്ട് തിരുവാങ്കുളത്ത് നടപ്പില്ല. 3. സീറോ മലബാർ സഭയിൽ 28/11/2021 മുതൽ നവീകരിച്ച കുർബാന തക്സ പ്രാബല്യത്തിൽ വരുമെന്നും അതോടുകൂടി നാളിതുവരെ ഉപയോഗത്തിലുള്ള മലയാളത്തിലെ എല്ലാ കുർബാന തക്സകളും അസാധുവാകുമെന്നും 8/9/2021 ഇന്ന ഇല്ലേ 0775/2021 നമ്പറായി സീറോ മലബാർ സഭ തലവൻ മേജർ ആർച്ച് ബിഷപ്പ് ഡിക്രി പുറപ്പെടുവിച്ചിട്ടുള്ളതിനാൽ നവീകരിച്ച കുർബാന തക്സയിലെ റൂബ്രിക്സ് പിന്തുടരാത്ത ജനാഭിമുഖ കുർബാന തിരുവാങ്കുളം പള്ളിയിൽ അർപ്പിക്കുവാൻ കഴിയുകയില്ല. അതായത് 2021 ഈ കുർബാന തക്സയോടുകൂടി അതുവരെ ഉപയോഗിച്ചിരുന്ന കുർബാന തക്സകളെല്ലാം അസാധുവായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡിക്രി ഉണ്ട്, അത് നിലവിലുണ്ട്. അതുകൊണ്ട് അതിന് വിരുദ്ധമായിട്ടുള്ള ജനാഭിമുഖ കുർബാന ചൊല്ലാൻ തിരുവാങ്കുളത്ത് കഴിയില്ല. വളരെ നല്ല ഡോക്യുമെന്റ് ആണ് കേട്ടത്. 4. സീറോ മലബാർ സഭയിൽ എല്ലായിടത്തും ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പിക്കണമെന്ന പരിശുദ്ധ മാർപ്പാപ്പയുടെ 3/7/2021 25/3/2022 കത്തുകളിലെയും 7/12/2023 വീഡിയോ സന്ദേശത്തിലെയും കൽപ്പനകൾ നിരസിക്കുവാൻ തിരുവാങ്കുളം ഇടവകയിലെ വിശ്വാസികൾക്ക് കഴിയില്ല. മാർപ്പാപ്പയുടെ കൽപ്പന നിരസിക്കാൻ തിരുവാങ്കുളം ഇടവകയിലെ വിശ്വാസികൾക്ക് കഴിയില്ല. പാമ്പളാനി പിതാവിനും തട്ടിൽ പിതാവിനൊക്കെ കഴിയുമായിരിക്കാം, വിമതർക്കും കഴിയുമായിരിക്കാം, തിരുവാങ്കുളത്ത് കഴിയില്ല. 5. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പള്ളികളിൽ ഏകീകൃത വിശുദ്ധ കുർബാന മാത്രമേ അർപ്പിക്കുവാൻ പാടുള്ളൂ എന്ന് നിഷ്കർഷിച്ചുകൊണ്ടുള്ള 30/7/2022
7/2022, 30/9/2022 9/2022, 14/1/2023 009/2023, 15/1/2024 2/2024, 9/6/2024 4/2024, 21/6/2024 5/2024 തുടങ്ങിയ നിരവധിയായ സിനഡാനന്തര സർക്കുലറുകളിലെയും നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ തിരുവാങ്കുളം ഇടവകയിലെ വിശ്വാസികൾ ബാധ്യസ്ഥരാണ്. സിനഡ് കഴിഞ്ഞിട്ടുള്ള സർക്കുലർ ഇല്ലേ, ആ ഡേറ്റുകൾ അടക്കമാണ് അവരിട്ടിരിക്കുന്നത്, ഡേറ്റും നമ്പറും ഒക്കെ അടക്കം. ഇത് പുറപ്പെടുവിച്ച ആൾക്കാർക്ക് ഓർമ്മയില്ലെങ്കിലും വിശ്വാസികൾക്ക് നല്ല ഓർമ്മയുണ്ട്. നിങ്ങൾക്കൊരു ഈ രേഖ, ഞാൻ ഈ പറയുന്ന അവതരിപ്പിക്കുന്ന ഈ രേഖ നിങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കാം. ഭയങ്കര റെഫറൻസിന് ഉപയോഗപ്രദമായ വളരെ ശക്തമായ ഒരു ഡോക്യുമെന്റാണിത്. ഇനി കേസുകൾക്കൊക്കെ ഈ മെത്രാന്മാർക്കെതിരെ നമ്മൾ കേസ് കൊടുക്കേണ്ടി വരുന്ന തോന്നണേ. അങ്ങനെ വന്നാൽ ഈ രേഖകളൊക്കെ നമുക്ക് ആവശ്യം വരും. അച്ഛന്മാർക്ക് വരും, മെത്രാന്മാർക്കെതിരെ നമ്മൾ കേസ് കൊടുക്കേണ്ടി വരും. മെത്രാന്മാർ നേരെ തീരുമാനങ്ങൾ എടുക്കുന്നില്ലെങ്കിൽ അപ്പൊ നമുക്ക് ഈ രേഖകളൊക്കെ ആവശ്യം വരും. 6, ജനാഭിമുഖ കുർബാന ഇല്ലിസിറ്റ് ആണെന്ന് 2023 ജനുവരിയിൽ ചേർന്ന സിനഡിന്റെ പ്രഖ്യാപനം ഇപ്പോഴും നിലനിൽക്കുന്നു. 7, എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ലിറ്റർജിക്കൽ വേരിയന്റ് അനുവദിക്കില്ല എന്ന് 20/9/2022 പോർട്ട്ഫോളിയോ നമ്പർ 130/2022 നമ്പർ കൽപ്പന വഴി പൗരത്വ തിരുസംഘം അതിരൂപതയെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ പൗരത്വ തിരുസംഘത്തിനെതിരെ തിരുവാങ്കുളം ഇടവക്കാർക്ക് നിൽക്കാൻ കഴിയില്ല. 8, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പള്ളികളിൽ സിനഡ് അംഗീകരിച്ച വിശുദ്ധ കുർബാന മാത്രമേ അർപ്പിക്കാൻ പാടുള്ളൂവെന്ന് 17/8/2023 കൽപ്പന വഴി മാർപ്പാപ്പയുടെ പ്രതിനിധി ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ കൽപ്പനയായിട്ടുള്ളതാണ്. പൊന്റിഫിക്കൽ ഡെലഗേറ്റ് കൽപ്പന നൽകിയിട്ടുള്ളതാണ്. ഡേറ്റും ഒക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ ഡോക്യുമെന്റ് ഉള്ളതാണ് തിരുവാങ്കുളം പള്ളിയിൽ നിന്നുള്ളത്. 9, 9/6/2024 4/2024 സർക്കുലറിൽ ഏകീകൃത വിശുദ്ധ കുർബാന സീറോ മലബാർ സഭയുടെ സീറോ മലബാർ സഭ മുഴുവനിൽ നടപ്പിലാക്കണമെന്ന തീരുമാനത്തിന് യാതൊരു മാറ്റവുമില്ല എന്നും പരിശുദ്ധ പിതാവിന്റെയും സീറോ മലബാർ സഭ സിനഡിന്റെയും മാർഗനിർദ്ദേശങ്ങൾ ധിക്കരിക്കുന്നത് ശീഷ്മയിലേക്ക് തുറക്കുമെന്നും കത്തോലിക്ക കൂട്ടായ്മയിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെടുന്നതിന് ഇടവരുത്തുമെന്നും ജനാഭിമുഖ കുർബാനയിൽ പങ്കെടുക്കുന്നതിൽ നിന്നും വിശ്വാസികൾ വിട്ടുനിൽക്കണമെന്നും ജനാഭിമുഖ കുർബാനയിൽ പങ്കെടുത്താൽ ഞായറാഴ്ച കുർബാനക്കടം തീരുകയില്ല എന്നും മേജർ ആർച്ച് ബിഷപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. തട്ടിൽ പിതാവ് തന്നെ. ഇതിനൊക്കെ ധിക്കരിക്കാൻ തിരുവാങ്കുളം ഇടവക്കാർക്ക് കഴിയില്ല, പുറപ്പെടുവിച്ച തട്ടിൽ പിതാവിന് കഴിഞ്ഞാൽ പോലും. 10, ഏകീകൃത രീതിയിൽ മാത്രം ഇപ്പോൾ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന വൈദികർക്ക് യാതൊരുവിധ പ്രതിബന്ധമോ പ്രതിസന്ധിയോ ആരും സൃഷ്ടിക്കരുതെന്ന് 21/6/2024 5/2024 നമ്പർ സിനഡാനന്തര സർക്കുലറിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സിനഡിനെ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ കേട്ടോ മെത്രാന്മാരെ. 11, തിരുവാങ്കുളം ഇടവകയിൽ സീറോ മലബാർ സഭ നിഷ്കർഷിച്ചിട്ടുള്ള ഏകീകൃത വിശുദ്ധ കുർബാന മാത്രമേ അർപ്പിക്കൂവെന്ന് 9/10/2022 പാരിഷ് കൗൺസിൽ യോഗം ഏകകണ്ഠമായി തീരുമാനിച്ചിട്ടുള്ളതാണ്. 12, OS 25/23 നമ്പർ കേസിൽ എറണാകുളം പ്രിൻസിപ്പൽ മുനിസിപ്പൽ കോടതിയുടെ 9/3/2023 28/3/2023 ഉത്തരവുകളുടെ അടിസ്ഥാനത്തിലാണ് തിരുവാങ്കുളം പള്ളിയിൽ ഏകീകൃത കുർബാന അർപ്പിക്കാൻ തയ്യാറുള്ള വൈദികനെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ നിയമിച്ചതും 8/10/2023 മുതൽ ഇപ്പോഴും ഏകീകൃത വിശുദ്ധ കുർബാന മാത്രം അർപ്പിക്കപ്പെട്ടു വരുന്നതും കോടതി ഉത്തരവ് പ്രകാരമാണ്. 12ാമത്തെ പോയിന്റ് പറഞ്ഞേ. 13, തിരുവാങ്കുളം പള്ളിയിൽ ഏകീകൃത വിശുദ്ധ കുർബാനയാണ് അർപ്പിക്കപ്പെടേണ്ടതെന്ന് 3/2/2023 അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററും 12/3/2023 മേജർ ആർച്ച് ബിഷപ്പും എറണാകുളം പ്രിൻസിപ്പൽ മുനിസിപ്പൽ കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുള്ളതാണ്. എങ്ങനെയുണ്ട്? 14, സാക്ഷി വിസ്താരത്തിനും തെളിവെടുപ്പിനുമായി OS 25/2023 നമ്പർ കേസ് 29/7/2025 ബഹുമാനപ്പെട്ട എറണാകുളം പ്രിൻസിപ്പൽ മുനിസിപ്പൽ കോടതി പരിഗണിക്കുന്നുണ്ട്. 15, തിരുവാങ്കുളം പള്ളിയിലെ വിശുദ്ധ കുർബാന അർപ്പണം സംബന്ധിച്ച് OPC 926/2023 ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി 13/7/2025 പരിഗണിക്കുന്നതാണ്. ഇപ്രകാരം തിരുവാങ്കുളം പള്ളിയിലെ കുർബാന അർപ്പണം ബഹുമാനപ്പെട്ട മുനിസിപ്പൽ കോടതിയുടെയും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെയും പരിഗണനയിൽ ഇരിക്കുന്ന വിഷയമാണ്. ഈ വിഷയത്തിൽ ഉണ്ടാകുന്ന ഏത് ഇടപെടലും കോടതി അലക്ഷ്യമാണ്. 16, ഏകീകൃത രീതിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ തീരുമാനം വന്നത് മുതൽ
അനുസരണയോടെ അത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരെയും സിനഡ് തീരുമാനം നടപ്പിലാക്കുന്നതിന് വേണ്ടി വിവിധ മാർഗങ്ങളിലൂടെ ഇടപെടലുകൾ നടത്തുന്ന സമർപ്പിതരെയും ആത്മായ സഹോദരങ്ങളെയും കൃതജ്ഞതയോടെ ഓർക്കുന്നു. അതിരൂപത്തിലെ എല്ലാ ഇടവകളിലും ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നതിനും കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ അതിരൂപത മുഴുവനും നിലനിൽക്കുന്നതിനും വേണ്ടി അതിരൂപത്തിലെ വിശ്വാസി സമൂഹം ജാഗ്രതയോടെയും വിശ്വാസ തീക്ഷ്ണതയോടും വർത്തിക്കണമെന്ന് 9/6/2024 4/2024 നമ്പർ സർക്കുലർ വഴി മേജർ ആർച്ച് ബിഷപ്പും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററും ആഹ്വാനം ചെയ്തത് 100% ആത്മാർത്ഥയുടെ തിരുവാങ്കുളം ഇടവക സമൂഹം ഏറ്റെടുത്തിട്ടുണ്ട്. ആയതുകൊണ്ട് 19/6/2025 വൈദികരുമായി നടത്തിയ ചർച്ചയിൽ നിലവിൽ ഏകീകൃത വിശുദ്ധ കുർബാന മാത്രം അർപ്പിക്കപ്പെടുന്ന പള്ളികളിൽ ജനാഭിമുഖ കുർബാന അർപ്പിക്കുന്നത് സംബന്ധിച്ച് മലയാള മനോരമ ദിനപത്രം റിപ്പോർട്ട് ചെയ്ത പ്രകാരം തീരുമാനം ഉണ്ടെങ്കിൽ അത് തിരുവാങ്കുളം സെന്റ് ജോർജ് ഇടവകയിൽ പാലിക്കാൻ കഴിയുകയില്ലെന്ന് വിനയപൂർവ്വം അറിയിക്കുന്നു. തിരുവാങ്കുളം ഇടവകയിൽ പാരിഷ് കൗൺസിൽ ഏകകണ്ഠമായി ചുമതലപ്പെടുത്തിയ പ്രകാരമാണ് ഞങ്ങൾ ഈ കത്ത് അഭിമന്യ പിതാവിന് നൽകുന്നത്. 2025 ജൂൺ മാസം 21-ാം തീയതി പ്രാർത്ഥനാപൂർവ്വം കൈക്കാരന്മാർ ജോക്കുട്ടി തോമസ്, വർഗീസ് എബ്രഹാം. പകർപ്പ് സമർപ്പിക്കുന്നു അഭിമന്യ മെത്രാപ്പൊലീത്തൻ വികാരി. ഇതിലെ ആ നമ്പറും ഡേറ്റൊക്കെ അത് ടെക്നിക്കലായിട്ട് കാര്യങ്ങളാണ്. അതൊന്ന് മാറിയിട്ട് നിങ്ങൾ ഒന്നുകൂടി ചിന്തിച്ച് നോക്കിയാൽ ആ നമ്പറുകളൊക്കെ നമുക്ക് ആവശ്യമാണ്, ഡോക്യുമെൻ്റ് ആവശ്യമാണ്. കാരണം ഞാൻ ആവർത്തിക്കുന്നു, ഇപ്പം ഈ വിമതരമായിട്ട് എന്തെങ്കിലും ഒരു സമവായ പായസമായിട്ട് വന്നാൽ മെത്രാന്മാർക്കെതിരെ നമ്മൾ കേസ് കൊടുക്കേണ്ടി വരും. അങ്ങനെ കേസ് കൊടുക്കേണ്ടി വന്നാൽ ഈ രേഖകളൊക്കെ നമുക്ക് സമർപ്പിക്കണം. അതുകൊണ്ട് ഇതിൻ്റെ ബന്ധപ്പെട്ട കോപ്പികളൊക്കെ നിങ്ങൾ എടുത്തു വയ്ക്കുക. തിരുവാങ്കുളത്തെയും ഇതുപോലെ കേസുള്ള ഒരുപാട് സ്ഥലത്തുണ്ട്. നമ്മുടെ മെത്രാന്മാരെ നേരെയായില്ലെങ്കിൽ നമുക്ക് അവരെ നേരെയാക്കേണ്ടി വരും. ഈ ലെറ്റർ ചെന്നപാടെ മൗണ്ട് തോമസിൽ നിന്ന് ബന്ധപ്പെട്ട ആളുകൾ ഈ തിരുവാങ്കുളം ഇടവക്കാരെ വിളിച്ചു. പത്രവാർത്തയാണോ മലയാള മനോരമയാണോ നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കണേ? മലയാള മനോരമയിലെ വാർത്ത വെച്ചിട്ടാണോ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടതെന്ന് ചോദിച്ച് തട്ടിക്കയറി. ഇവർ 2 പ്രാവശ്യം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ആ വാർത്ത ശരിയാണെങ്കിൽ ഈ സർക്കുലർ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഈ പെറ്റീഷൻ കൊടുത്തിട്ട് എന്താ കാര്യം? അപ്പോൾ സർക്കുലർ ഇറങ്ങുന്നതിന് മുമ്പല്ലേ കൊടുക്കേണ്ടത്? പത്രവാർത്ത കൊടുത്തത് വിമതരും അൽമായ മുന്നേറ്റക്കാരും അല്ലേ? അതെന്തുകൊണ്ട് ഈ മൗണ്ട് തോമസിൽ നിഷേധിച്ചില്ല? മനോരമയിൽ വന്ന വാർത്ത ശരിയല്ലെന്ന് എന്തുകൊണ്ട് നിഷേധിച്ചില്ല? അപ്പോഴും ഈ സീറോ മലബാർ സഭയുടെ ചാൻസലർ അവിടെ ഉണ്ടായിരുന്നില്ലേ? മൗണ്ട് തോമസിൽ ഉണ്ടായിരുന്നില്ലേ? ഉറങ്ങുമായിരുന്നോ? മലയാള മനോരമയിൽ തെറ്റായ വാർത്ത വന്നെങ്കിൽ അപ്പോഴല്ലേ നിഷേധിക്കേണ്ടത്? ഇങ്ങനെ ഒരു ഇടവക്കാര് കൃത്യമായിട്ട് രേഖാമൂലം തന്നു കഴിഞ്ഞപ്പോൾ പൊള്ളി അല്ലേ? ഞാൻ ആവർത്തിക്കുകയാണ്, മാണിപ്പറമ്പലച്ചൻ ഒറ്റയ്ക്കല്ല. മാണിപ്പറമ്പലച്ചന്റെ കൂടെ ഈ സീറോ മലബാർ സഭയെ സ്നേഹിക്കുന്ന സകല മനുഷ്യരുണ്ട്, വൈദികരുണ്ട്, കന്യാസ്ത്രീമാരുണ്ട്. അതുകൊണ്ട് മര്യാദയ്ക്കല്ലെങ്കിൽ ഏതറ്റം വരെയും ഞങ്ങൾ പോകും. ഏതറ്റം വരെയും സുറിയാനി സഭയെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകും. ഒരു മെത്രാനും ഒരു ആർച്ച് ബിഷപ്പിനും തടയാൻ കഴിയില്ല. അതല്ല, നിങ്ങൾ സുറിയാനി സഭയുടെ ഒപ്പമാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി മരിക്കാനും ഞങ്ങൾ തയ്യാറാണ്. രണ്ടും ഒരേ ശ്വാസത്തല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ സുറിയാനി സഭയുടെ ഒപ്പമാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി മരിക്കാൻ പോലും ഞങ്ങൾ തയ്യാറാണ്. സുറിയാനി സഭയുടെ ഒപ്പം അല്ലെങ്കിൽ നിങ്ങൾ മര്യാദ പഠിപ്പിക്കാൻ, നിങ്ങളെ സുറിയാനി സഭയുടെ പാരമ്പര്യം പഠിപ്പിക്കാൻ, അതിന് ദൈവശാസ്ത്രം പഠിപ്പിക്കാൻ, ലിറ്ററേച്ചർ പഠിപ്പിക്കാൻ ഏതറ്റം വരെ ഞങ്ങൾ പോകും. അതിനൊരു തെളിവാണ് ഇപ്പം ഞാൻ ഈ ചൂണ്ടിക്കാണിച്ചത്. അത് നിങ്ങൾക്ക് പൊള്ളേണ്ടത് ഞങ്ങൾ പൊള്ളിക്കുമ്പോഴല്ല, അതിനു മുമ്പ് തോന്നണം. ഇത്രമാത്രം തെറ്റായ വാർത്തകൾ ഏകം ന്യൂസിലും അതുപോലെ ചാനലും വന്നപ്പോൾ നിങ്ങൾക്കൊരു പത്രക്കുറിപ്പ് ഇറക്കാൻ കഴിഞ്ഞില്ലേ? എന്തേ സീറോ മലബാർ സഭയ്ക്ക് ഈ PRO വർക്ക് ചെയ്യണില്ലേ? അത് നിർത്തിയോ? ആ വാർത്തകൾ ശരിയല്ലെന്ന് നിങ്ങൾ എന്തുകൊണ്ട് നിഷേധിച്ചില്ല? മനോരമയിൽ വന്നിരിക്കുന്ന വാർത്ത ശരിയല്ലെന്ന് എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല? ഞങ്ങൾ പെറ്റീഷൻ തന്നപ്പോണ്ട് മനോരമയുടെ വാർത്ത അനുസരിച്ചിട്ടാണോ ഞങ്ങൾ വർക്ക് ചെയ്യണമെന്ന് നിങ്ങൾ വിളിച്ച് ചോദിക്കുക. നിങ്ങൾക്ക് മാത്രമേ കാനൻ നിയമം അറിയുള്ളൂ, നിങ്ങൾക്ക് മാത്രമേ ദേശരാഷ്ട്രത്തിന്റെ നിയമങ്ങൾ അറിയുള്ളൂ എന്ന് വിചാരിക്കരുത് കേട്ടോ. ഞാൻ മുമ്പ് പറഞ്ഞ കാര്യം ഒന്നുകൂടി ആവർത്തിക്കുക. ഞങ്ങൾ സാധാരണ വിശ്വാസികൾ, സാധാരണ വൈദികർ, ഞങ്ങൾ അക്രമത്തിനും അതിനൊന്നും പോകുന്നവരല്ല. അങ്ങേറ്റം മെത്രാന്മാരനുസരിച്ചും വിധേയപ്പെട്ടും ജീവിക്കുന്നവരാണ്. പക്ഷേ ഞങ്ങളുടെ സകല ക്ഷമയും പരീക്ഷിക്കുന്ന തരത്തിൽ നിങ്ങൾ തോന്നിയാസങ്ങൾക്ക് മാത്രം കൂട്ടു നിന്നാൽ ഞങ്ങൾ ഒറ്റക്കെട്ടായി അതിനെ എതിർക്കും.
അതിൻ്റെ ചെറിയ സൂചനകളെ നിങ്ങൾ കണ്ടിട്ടുള്ളൂ ഇപ്പോൾ. കാരണം ഞങ്ങളങ്ങനെ ഐക്യതയിൽ വന്ന് മെത്രാന്മാരെ എതിർക്കേണ്ട ഒരു സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. പണ്ടുണ്ടായിട്ടുണ്ട്. പണ്ട് പാതിരിമാർക്കെതിരെ കൂനംകുരി സത്യം പരിപാടികളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു വിമോചന സമരത്തിലേക്കും സ്വാതന്ത്ര്യ സമരത്തിലേക്കും കൊണ്ടെത്തിക്കാതെ, ഈ പ്രശ്നം പരിഹരിക്കാൻ മാർഗങ്ങൾ മുമ്പിലുള്ളപ്പോൾ അത് ഉപയോഗിക്കാതെ പാവപ്പെട്ട മനുഷ്യർ തെരുവിലിറക്കി അവരെ വിമോചന സമരത്തിനും സ്വാതന്ത്ര്യ സമരത്തിനും ഇറക്കി വിടുന്നത്, അങ്ങനെ ഇറക്കി വിട്ടാൽ ഞങ്ങൾ അടങ്ങിയിരിക്കുമെന്ന് വിചാരിച്ചാൽ അവിടെ നിങ്ങൾക്ക് തെറ്റിപ്പോകും. ഞങ്ങളുടെ പൂർവികരുടെ പാരമ്പര്യങ്ങളും സഭയുടെ വിശ്വാസവും ബൈബിൾ പഠിപ്പിക്കുന്നതും അതൊക്കെ തന്നെയാണ്. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നുള്ള വിമോചനം, അത് ഈ വിമതർക്കൊന്നും മനസ്സിലാകില്ല. തീരെ അല്ലേ ക്ഷമിക്കുക പൊറുക്കുക എന്ന് മാത്രം കേട്ടിരിക്കുന്ന സാധാരണക്കാർക്ക് അത് മനസ്സിലാകില്ല. അത് മാത്രം പറഞ്ഞു കൊടുക്കുന്ന ധ്യാനഗുരുക്കന്മാർക്ക് അത് മനസ്സിലാകില്ല. പക്ഷെ ബൈബിൾ അറിയുന്നവർക്കറിയാം കർത്താവ് നടത്തുന്ന വിപ്ലവം എന്താണെന്ന്. കർത്താവ് സ്നേഹം മാത്രമാണ് പറഞ്ഞിരുന്നെങ്കിൽ കർത്താവിനെ കുരിശിൽ തറച്ച് കൊല്ലുമായിരുന്നോ? ഉവ്വോ. കർത്താവ് സ്നേഹം ക്ഷമിക്കൽ മാത്രമാണ് പറഞ്ഞിരുന്നെങ്കിൽ കർത്താവ് കൊല്ലപ്പെടുകയായിരുന്നു. സ്ലീഹന്മാരെ യോഹന്നാനൊക്കെ ബാക്കി എല്ലാവരും കൊല്ലപ്പെടുകയായിരുന്നു. സ്നാവിയോഹനൻ കൊല്ലപ്പെടുകയായിരുന്നു AD 30. ഈശോംശ കൊല്ലപ്പെടുകയായിരുന്നു 33. 34 എസ്തഫാനസ് കൊല്ലപ്പെടുകയായിരുന്നു. 42 സെബെദയുടെ മകൻ യാക്കോബ് കൊല്ലപ്പെടുകയായിരുന്നു. 62 ചെറിയ യാക്കോബ് കൊല്ലപ്പെടുകയായിരുന്നു. 64 പത്രോസ് കൊല്ലപ്പെടുകയായിരുന്നു. 67 പൗലോസ് കൊല്ലപ്പെടുകയായിരുന്നു. 72 തോമസ് ലീഗ ഇന്ത്യയിൽ കൊല്ലപ്പെടുകയായിരുന്നു. കർത്താവും കർത്താവിന്റെ സ്ലീഹന്മാരും കർത്താവിന്റെ മുന്നോടിയും ഒക്കെ കൊല്ലപ്പെടുകയായിരുന്നു. സമാധാനം വേണം, സമവായം വേണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇവരാരും കൊല്ലപ്പെടുമായിരുന്നോ? ഞാൻ 100 വട്ടം പറഞ്ഞിട്ടുള്ളൊന്ന് ആവർത്തിക്കുക. കൊല്ലപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നടക്കുന്നവനാണ് ഞാൻ 34-ാമത്തെ വയസ്സ് മുതൽ. ഇപ്പം എനിക്ക് 61 വയസ്സാണ്. അത് സഭയ്ക്ക് വേണ്ടിയാണെങ്കിൽ അങ്ങനെ, ജയിലിൽ പോയിട്ടാണെങ്കിൽ അങ്ങനെ, സഭയ്ക്ക് വേണ്ടി. അതിനാൽ സങ്കടം കൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ പറയുന്നത്. ഇതുപോലെ എല്ലാ കാര്യങ്ങളും കോടതിയിലേക്ക് വലിച്ചടയ്ക്കാൻ ഇടയാകാതെ വിമത വൈദികരെ വരച്ച വരയിൽ നിർത്തി അനുസരിപ്പിക്കാൻ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ രാജിവെച്ച് പോകണം. കഴിവുള്ള ആളുകൾ ഇഷ്ടം പോലെയുണ്ട്, അവരേൽപ്പിക്കണം. സഭയ്ക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ സഭയ്ക്ക് വേണ്ടി തന്നാരെ നിയമിച്ചു ചോദിച്ചാൽ കർത്താവിനെ നിയമിച്ചു. മനുഷ്യനിലൂടെയല്ല, മാനുഷിക നിയമനത്താലല്ല, യേശു ക്രിസ്തുവിനാലും അവനെ മരിച്ചു ഉയർപ്പിച്ചവനായ ദൈവത്താലും അപ്പസ്തലനായിരിക്കുന്ന പൗലോസ് എന്നാണ് ഗലാത്യ ലേഖനം 1:1. എനിക്ക് ദൈവവിളിയാണ് കിട്ടിയിരിക്കുന്നത്. മെത്രാൻ തന്ന വിളിയല്ല, എൻ്റെ അപ്പനോ അമ്മയോ തന്ന വിളിയല്ല, ആരെങ്കിലും കൂട്ടുകാരന്മാർ തന്ന വിളിയല്ല, ദൈവവിളി. ആ ദൈവമാണ് എന്നെ നിയമിച്ചിരിക്കുന്നത്. ദൈവമാണ് എനിക്ക് വിളി തന്നിരിക്കുന്നത്. അങ്ങനെയാണ് എല്ലാ വൈദികർക്കും മെത്രാന്മാർക്കും കുടുംബസ്ഥർക്കും. ആ ബോധ്യമുള്ളിടത്തോളം കാലം ഈ സമരവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. സമരത്തിലേക്ക് ഞങ്ങൾ ഇറക്കാതെ നിങ്ങൾക്ക് പരിഹരിക്കാൻ മാർഗങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. 100 വട്ടം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പം വേണമെങ്കിൽ ഒന്നുകൂടി തെളിച്ച് പറയാം. ഇപ്പം ഇരിക്കുന്ന കൂലിയായുടെ കൂടെ ചങ്കുറപ്പോടെ നിൽക്കുന്ന ഒരു മെത്രാനെ നിയമിച്ചാൽ ഈ ഇവിടുത്തെ പ്രശ്നം തീരും. പിന്നെ കുറെ കാര്യങ്ങളുണ്ട്, അതെല്ലാം എനിക്ക് വെളിപ്പെടുത്താൻ കഴിയില്ല. അങ്ങനെ വെളിപ്പെടുത്തിയ പിന്നെ അത് പ്രവർത്തിക്കാൻ കഴിയില്ലല്ലോ. അതൊക്കെ ഓരോ ദിവസം രാത്രിക്ക് രാത്രി ചെയ്യേണ്ട ചില കാര്യങ്ങളാണ്. അതാ സമയം വരുമ്പോൾ, അതിൻ്റെ ഉത്തരവാദിത്വം വരുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തോളാം. ഈ ഡോക്യുമെന്റ് തിരുവാങ്കുളം പള്ളിയിൽ അതും കൂടി പറയാതെ വിട്ടാലത് മോശമാകുമല്ലോ. തിരുവാങ്കുളം ഇടവക്കാരെ നിങ്ങൾ എങ്ങനെയാണ് അഭിനന്ദിക്കണം എനിക്ക് അറിഞ്ഞുകൂടാ. ഇതാണ് സത്യവിശ്വാസി, ഇതാണ് നെഞ്ചുറപ്പ്. എല്ലാ ഇടവകളും ഇതുപോലെ ഉറച്ച നിലപാട് എടുക്കണം. എറണാകുളത്ത് മാത്രമല്ല, സുറിയാനി സഭയിൽ മുഴുവൻ ഈ തിരുവാങ്കുളത്തെത്തിക്കുന്ന ആ ധീരമായ ചുവടുവെപ്പുണ്ടല്ലോ, അതങ്ങ് പടർന്നു പിടിക്കട്ടെ. സത്യവിശ്വാസികള്, സഭാവിശ്വാസികള് നെഞ്ചും വിരിച്ച് നിൽക്കുക. മെത്രാന്മാരും വൈദികരൊക്കെ വഴിക്ക് വരട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.